സിനിമകളിൽ ഒന്നിൽ കൂടുതൽ ഒരു നടൻ നായക വേഷത്തിൽ അഭിനയിച്ചിട്ടില്ല. ഒരേ ഒരു എക്സെപ്ഷൻ എന്ന് പറയാവുന്നത് മമ്മൂട്ടി മാത്രമാണ്. മമ്മൂട്ടി സുഹൃത്തുക്കളെ, ഈ സംസാരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ മലയാള സിനിമയെ ഇന്ത്യക്ക് പുറത്തെത്തിച്ച മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ എത്തിച്ച മനുഷ്യനാണ്. അങ്ങനെയൊക്കെ പറയേണ്ടി വരും നമുക്ക് അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച്. എലിപ്പത്തായി എന്ന് പറയുന്ന സിനിമ മുതൽ തുടങ്ങുന്നു ഇദ്ദേഹത്തിന്റെ സിനിമകളുടെ ഒരു യാത്ര കേട്ടോ. നമ്മുടെ മലയാളത്തിൽ ഒരു കാലഘട്ടത്തിൽ അവാർഡ് സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട സിനിമാ ശ്രേണിയിൽപ്പെടുന്ന ആ ഒരു സംവിധാന ശ്രേണിയിൽപ്പെടുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. എലിപ്പത്തായം പേഴ്സണലി ഒക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയൊന്നല്ല. പക്ഷേ അതിൽ ചില ഇമേജറുകൾ, ചില കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. ഒരു രാഷ്ട്രീയമുള്ള സിനിമകളാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ. അദ്ദേഹം പറയുന്നത്, എൻ്റെ സിനിമകളിൽ സ്ഥിരമായിട്ട് ഒരു നായകനെ ഞാൻ വെച്ചിട്ടില്ല. സത്യസന്ധമായിട്ടുള്ള ഒരു വർത്തമാനമാണ്. ഒരിക്കലും ഒരേ നായകൻ തന്നെ തൻ്റെ സിനിമകൾ വരിക എന്ന് പറയുന്ന നമ്മുടെ മോഹൻലാല് മാത്രമായിട്ട് പ്രിയദർശന്റെ സിനിമയിൽ അഭിനയിക്കുന്ന പോലത്തെ കൂട്ടൊന്നും അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ഒരു എക്സെപ്ഷൻ കേസ് പറയുന്നുണ്ട്, അത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളിൽ 4 എത്ര സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ആ ലിസ്റ്റ് കയ്യിലുണ്ട്, ഞാൻ മെല്ലെ നിങ്ങളുടെ മുമ്പിൽ അത് വായിക്കാം. എന്തായാലും അത്രത്തോളം സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. കാരണം അത്ര സിനിമകൾ അഭിനയിക്കാൻ മമ്മൂട്ടിക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നതാണ്. ഈവൻ ജഗദീഷ് അടക്കം ചോദിച്ചിട്ടുണ്ട്, നീ എന്താണ് ഇങ്ങനെ ചുമ്മാ തമാശ വേഷങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നത്? ഒരു ഗ്രോത്ത് ഒക്കെ വേണ്ടേ? ഒരു അവാർഡൊക്കെ വേണ്ടേ? ഒരു അവാർഡ് സിനിമയിലൊക്കെ അഭിനയിക്കണ്ടേ എന്ന് അക്കാലഘട്ടത്തിൽ അവാർഡ് സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സൈലന്റ് ആയിട്ടുള്ള വളരെ മെല്ലപ്പോക്ക് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണന്റെ ആ ഒരു മഹാനായ സംവിധായകന്റെ വാക്കുകൾ മുഴുവനായിട്ട് നമുക്കൊന്ന് കേൾക്കാൻ നോക്കാം. എൻ്റെ സിനിമകളിൽ ഒന്നിൽ കൂടുതൽ ഒരു നടൻ നായക വേഷത്തിൽ അഭിനയിച്ചിട്ടില്ല. ഒരേ ഒരു എക്സെപ്ഷൻ എന്ന് പറയാവുന്നത് മമ്മൂട്ടി മാത്രമാണ്. മമ്മൂട്ടി ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ, എൻ്റെ കൂടെ അഭിനയിച്ച സിനിമ അനന്തരമായിരുന്നു. അതിൽ ശരിക്കും മമ്മൂട്ടിക്ക് നായകന്റെ വേഷമായിരുന്നില്ല, നായകനോട് തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു വേഷമായിരുന്നു. ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടല്ല മമ്മൂട്ടി നേരത്തെയും ഇപ്പോഴും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വന്ന് വളരെ പ്രധാനപ്പെട്ട 2 റോളുകളിൽ വെക്കി മുഹമ്മദ് ബഷീറായിട്ട് അഭിനയിക്കുന്ന മതിലുകളിൽ മമ്മൂട്ടി ഇക്കാര്യത്തിൽ വളരെ ത്രില്ഡായിരുന്നു. സാർ, അത് വലിയൊരു ഭാഗ്യമാണ് ഇത് ചെയ്യാൻ കഴിയുന്നത് എന്നോട് പറയുമായിരുന്നു. പിന്നീട് അടുത്ത് വന്നത് ഒരു നായകന് ഒരിക്കലും തയ്യാറാകാത്ത ഒരു റോളാണ് ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന ഒരു തരം വില്ലൻ കഥാപാത്രമാണ്, ദുഷ്ടനായ ഒരു കഥാപാത്രമാണ്. അയാളുടെ റോളില് റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള മമ്മൂട്ടി അഭിനയിക്കാൻ തയ്യാറായത്. അതുപോലെ തന്നെ മറ്റൊരു ഇദ്ദേഹത്തിന്റെ ഇതിലുള്ള സമീപനം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. പറയുന്നത് ചില്ലറ മനുഷ്യനല്ല, അടൂർ ഗോപാലകൃഷ്ണനാണ്. ഇതോടുകൂടി ഞാൻ വായിക്കാനുള്ള സിനിമകൾ ലിസ്റ്റൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത്, ഇത്തരം സിനിമകൾ അഭിനയിക്കാൻ മമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. അത്തരം സിനിമകൾ ചെയ്യണ്ടേ എന്നുള്ള തോന്നലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മമ്മൂട്ടി ആദ്യമായിട്ട് അടൂർ ഗോപാലകൃഷ്ണനൊപ്പം ഇറങ്ങിയ സിനിമ അനന്തരം എന്ന് പറയുന്നൊരു സിനിമയായിരുന്നു കേട്ടോ. മങ്കട രവിവർമ്മയ്ക്കാണ് അതിൻ്റെ ഒരു ഛായാഗ്രാഹമൊക്കെ നിർവഹിച്ചത്. നായകൻ അല്ലാതിരുന്നിട്ട് പോലും അതിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. പിന്നീട് വന്നത് വിധേയ എന്ന് പറയുന്ന സിനിമയാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത്രത്തോളം വൃത്തികെട്ടൊരു വില്ലനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. വിധേയൻ ഒരു ഭാസ്കർ പട്ടേൽ എന്ന് പറയുന്ന തകർന്നുപോയ ആഢ്യത്വത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഭാസ്കർ പട്ടേൽ. അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളൊക്കെ മുഴുവൻ അടിമകളായിട്ട് നിർത്തുക, തൻ്റെ മുമ്പിലൂടെ പോകുന്ന ഏത് പെണ്ണിനെയും ഭോഗിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് ഭോഗിക്കുക, ലൈംഗികമായിട്ട് അവരെ ഉപയോഗിക്കുക എന്ന മാത്രം ചിന്തകളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഭാസ്കർ പട്ടേലർ. വിധേയ എന്ന് പറയുന്ന ആ ഒരു വിധേയത്വത്തിന്റെ ആ ഒരു സിനിമയുടെ അവസാനത്തിൽ ഇദ്ദേഹം തന്നെ വിധേയനായിട്ട് മാറുന്നുണ്ട്. കൊല്ലപ്പെടുന്നതോട് കൂടിയിട്ട് അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെടുന്നതോട് കൂടിയിട്ട് ആ ഒരു സിനിമ അവസാനിക്കുന്നു. പക്ഷേ പറയുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല കാലഘട്ടമാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ചോക്ലേറ്റ് നായകൻ എന്ന രീതിയിലൊക്കെ പ്രണയ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഭാസ്കർ പട്ടേൽ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഒരു നായക നടനും ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത സിനിമ. കാരണം അതൊരു വില്ലൻ വേഷമൊന്നും നായക വേഷമായിട്ട് ആരും ചെയ്യില്ല. കാരണം തൻ്റെ ഇമേജിനെ ബാധിക്കും. ആ കാലഘട്ടത്തിലെ ആളുകൾ അതൊക്കെ നോക്കുക. ഇപ്പോഴാണ് നടന്മാരൊക്കെ ഇമേജൊക്കെ പോയി പണയൊക്കെ പറയുന്നത്. ഏത് വേഷത്തിലും ഏത് രൂപത്തിലും കഷണ്ടിയായിട്ടും ഫഹദ് ഫാസിലിനെ പോലൊക്കെ വരാമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അന്നൊക്കെ
അങ്ങനത്തെ ഉള്ളൊരു വേഷം ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ഇമേജിനെ ബാധിക്കുമോ, ആളുകൾ തന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ, തൻ്റെ സിനിമകൾ ഇനി കാണാതിരിക്കുമോ എന്നൊക്കെ ഒരുപാട് ബേജാറുള്ള നടന്മാരാണ്. ആ സമയത്താണ് മമ്മൂട്ടി ധൈര്യപൂർവ്വം അടൂർ ഗോപാലകൃഷ്ണനോടൊപ്പം ചേർന്ന് ആ വേഷം ഞാൻ ചെയ്യാം. കാരണം അത് ചെയ്യാമെന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഉള്ളിലുള്ള അഭിനയത്തോടുള്ള ഒരു അഭിനിവേശമാണ്. കാരണം അതിൽ അഭിനയിക്കാനുണ്ടെന്നേ, ആ സിനിമയിൽ അഭിനയിക്കാനുണ്ട്. ചുമ്മാ ചാടിത്തുള്ളി നടക്കുകയോ 2 ഫൈറ്റ് എടുക്കുകയോ തോക്കെടുത്ത് വെടിവെച്ച് എഴുതി വീഴ്ത്തുകയോ ചെയ്യുക മാത്രമല്ല, അതിൽ അഭിനയിക്കാനുണ്ട്, അതിൽ ക്യാരക്ടറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് വിധേയ എന്ന് പറയുന്ന സിനിമയിൽ. ഇതേപോലെ മതിലുകൾ എന്ന് പറഞ്ഞ സിനിമ വൈക്കം മുഹമ്മദ് ബഷീറായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറഞ്ഞു കേട്ടത്, ഈ ഒരു സിനിമ ഇറങ്ങി വൈക്കം മുഹമ്മദ് ബഷീർ ഈ സിനിമ കണ്ടിട്ട് മമ്മൂട്ടിയോട് പറഞ്ഞു, ഞാൻ നിന്നെക്കാളും ഗ്ലാമർ ഉണ്ടെന്നാണ്. കാരണം മതിലുകൾക്ക് വായിച്ചവർക്ക് അറിയാം, ഒരു പ്രണയത്തിന്റെ കഥയാണ്. ശബ്ദമായിട്ട് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ KPS ലളിത ചേച്ചിയാണ്. ഒരു മതിൽ അപ്പുറം ഇപ്പുറമുള്ള പ്രണയമാണ്. അപ്പുറത്തൊരു പെണ്ണുങ്ങൾ താമസിക്കുന്ന ഒരു ജയിലാണ്, ഇപ്പുറത്ത് ആണുങ്ങൾ താമസിക്കുന്ന ജയിലാണ്. അങ്ങനെ ആണുങ്ങൾ താമസിച്ച ജയിലിലേക്ക് താമസിക്കാൻ വരുന്ന ഒരു സ്വാതന്ത്ര്യ സമരമായ കേസുമായിട്ട് അവിടെ ജയിലിലടക്കപ്പെട്ട ബഷീറും വൈക്കം ബഷീറും അപ്പുറത്ത് പെണ്ണുങ്ങളെ ശബ്ദം കേട്ട് സംസാരിച്ച് പ്രണയത്തിലാവുക, ശബ്ദത്തോട് പ്രണയത്തിലാവുന്ന ഈ ഒരു മനുഷ്യന്റെ കഥ അത് അതിഗംഭീരമായിട്ടാണ് ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ചെയ്യാൻ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമായിരുന്നു, ഇഷ്ടമായിരുന്നു എന്നാണ്. അപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് വെറും പണത്തിന് വേണ്ടിയിട്ടല്ല മമ്മൂട്ടി സിനിമ ചെയ്യുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ആളുകൾക്കൊക്കെ മനസ്സിലായത്. പണത്തിന് വേണ്ടിയിട്ടൊന്നല്ല. പണത്തിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കാതൽ ദിക്കോർ എന്ന് പറഞ്ഞ സിനിമയോ അല്ലെങ്കിൽ നൻപകൽ നേരത്ത് മയക്കെന്ന് പറയുന്ന അത്തരം സിനിമകളൊന്നും ഇദ്ദേഹം ചെയ്യില്ലെന്നേ. അതൊക്കെ പോയി പണിയേക്കാൻ പറയും. കാരണം ആ സമയം കൊണ്ട് വേറെ ഏതെങ്കിലും പണം കിട്ടുന്ന, അപാരമായി പണം കിട്ടുന്ന സിനിമകൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാം. ഈ സിനിമകളൊക്കെ നിർമ്മിച്ചതാവട്ടെ മമ്മൂട്ടി കമ്പനിയാണ്, മമ്മൂക്കയാണ്. അപ്പോൾ അതിന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. അത്ര സിനിമ ഇറങ്ങണം, തനിക്ക് അഭിനയിക്കാൻ കഴിയുന്ന, തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സിനിമകൾ ഇറങ്ങണം എന്നുള്ളൊരു മോഹമാണ്. അതായത് ഇത് ഇന്നലെ തുടങ്ങിയതല്ല മമ്മൂട്ടിക്ക് ഇത്തരം സിനിമകളുടെ പ്രണയം. അത് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ ഇറക്കുന്ന ആ ഒരു കാലഘട്ടം മുതൽ, ഏതാണ് അനന്തരം എന്ന് പറയുന്ന ആ ഒരു സിനിമ, ആ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആ ഒരു സിനിമ കാലഘട്ടം മുതലേ മമ്മൂട്ടിയുടെ മനസ്സിൽ ഇത്തരം തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ചുമ്മാതല്ല, ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരം സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അരയും തലയൊക്കെ മുറുക്കി ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ. ബൈ.